ആത്മാർത്ഥത പരിശീലിക്കുവാനുള്ള പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ ചൊല്ലുക. കരുണാനിധിയായ ദൈവമേ, പരമാർത്ഥ ഹൃദയത്തോടെ, വിശുദ്ധിയോടെ, സത്യസന്ധതയോടെ മറ്റുള്ളവരോട് ഇടപഴകുവാനും ജീവിതത്തിലുടനീളം ആത്മാർത്ഥത കാത്തുസൂക്ഷിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാർത്ഥതയെക്കുറിച്ചുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് അത് ധ്യാനിച്ച് ജീവിതത്തിലൊരു മാറ്റം വരുത്തുവാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. യോശുവയുടെ പുസ്തകത്തിൽ 24:14 ആത്മാർത്ഥതയോടും ഭയത്തോടും വിശ്വസ്തയോടും വേണം അവിടുത്തെ സേവിക്കുവാൻ എന്ന് പഠിപ്പിച്ച ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സങ്കീർത്തനം 32:2 കർത്താവിൽ കുറ്റം ചുമത്തപ്പെടാത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാനാണെന്ന് പഠിപ്പിച്ച ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാൻ കൃപയരുളണമേ. സങ്കീർത്തനം 55:21 വെണ്ണയേക്കാൾ മൃദുലമായി സംസാരിക്കുന്നവൻ്റെ ഹൃദയത്തിലെ പടയൊരുക്കത്തെ കരുതിയിരിക്കണമെന്ന് സൂചിപ്പിച്ച ദൈവമേ, ആത്മാർത്ഥമായ പരിശീലിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. മത്തായിയുടെ സുവിശേഷം 18:35 സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്ന് അരുളിച്ചത് ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാനൊക്കെ ഭാവനം നൽകണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12:9 നിഷ്കളങ്കമായ സ്നേഹമുള്ളവൻ തിന്മയെ ദ്വേഷിച്ച് നന്മ മുറുകെ പിടിക്കുമെന്ന് പഠിപ്പിച്ച ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാനൊക്കെ ഭാവനം നൽകണമേ. 1 കൊറിന്ത്യൻസ് 5:8 ആത്മാർത്ഥതയിലും സത്യവും ആത്മാർത്ഥതയിലും സത്യവുമാകുന്ന അപ്പം കൊണ്ട് തിരുനാൾ ആഘോഷിക്കണമെന്ന് നിഷ്കർഷിച്ച ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാനൊക്കെ ഭാവനം നൽകണമേ. 2 കൊറിന്ത്യൻസ് 1:12 ലോകത്തിൽ പരമാർത്ഥതയോടും വിശുദ്ധിയോടും കൂടെ വ്യാപരിച്ചുവെന്ന് അഭിമാനിച്ച സ്ത്രീഹന്മാരെ ഓർത്ത് ആത്മാർത്ഥത പരിശീലിക്കുവാനൊക്കെ ഭാവനം നൽകണമേ. എഫേസ്യർ 5:6-5 മനുഷ്യപ്രീതിയേക്കാൾ ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുത്ത് പൂർണ്ണഹൃദയത്തോടെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണമെന്ന് പഠിപ്പിച്ച ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എഫേസ്യർ 6:24 യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും പ്രദാനം ചെയ്ത ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാനുള്ള ഭാവനം നൽകണമേ. 1 തിമോത്തി 1:5 പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിലും നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹത്തെ ലക്ഷ്യമാക്കി കുറ്റപ്പെടുത്തുന്നത് നീതീകരിക്കത്തക്കതാണെന്ന് പഠിപ്പിച്ച ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാൻ കൃപയരുളണമേ. തിത്തോസിന് എഴുതിയ ലേഖനം 2:8 ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായ സംസാര രീതി വളർത്തിയെടുക്കണമെന്ന് പഠിപ്പിച്ച ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. 1 പത്രോസ് 1:22 സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി ഞങ്ങളുടെ ആത്മാവ് പൗത്രീകരിക്കപ്പെട്ടതാണെന്ന് പഠിപ്പിച്ച ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാനൊക്കെ ഭാവനം നൽകണമേ. 1 പത്രോസ് 2:1 എല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും അപവാദവും ഉപേക്ഷിക്കുവാൻ ആഹ്വാനം ചെയ്ത പത്രോസ്ലിഹായെ ഓർമ്മിച്ച് ആത്മാർത്ഥത പരിശീലിക്കുവാനൊക്കെ ഭാവനം നൽകണമേ. 1 പത്രോസ് 2:2 രക്ഷയിലേക്ക് പടിപടിയായി വളരുന്നതിന് പരിശുദ്ധവും ആത്മീയവുമായ പാലനത്തിനു വേണ്ടി കുട്ടികളെപ്പോലെ ദാഹിക്കണമെന്ന് പഠിപ്പിച്ച ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാനൊക്കെ ഭാവനം നൽകണമേ. 1 യോഹന്നാൻ 3:18 വാക്കിലും സംസാരത്തിലുമെല്ലാം പ്രവൃത്തിയിലും സത്യത്തിലുമാണ് സ്നേഹിക്കപ്പെടേണ്ടതെന്ന് പഠിപ്പിച്ച ദൈവമേ, ആത്മാർത്ഥത പരിശീലിക്കുവാനൊക്കെ ഭാവനം നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധമായ ഹൃദയവും നല്ല മനസ്സാക്ഷിയും നിഷ്കപടമായ പെരുമാറ്റവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രായോഗിക പരിശീലനത്തിന് ആത്മാർത്ഥത പരിശീലിക്കുവാൻ 10 പ്രായോഗിക നിർദ്ദേശം എഴുതി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 2 തെറ്റിലേക്ക് വീണുപോയ 3 സാഹചര്യങ്ങൾ ഓർമ്മിച്ച് മനസ്തപിച്ച് കുമ്പസാരിക്കുക. 3 ആത്മാർത്ഥത പാലിക്കുവാൻ രാവിലെയും വൈകിട്ട് 3 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, 3 നന്മ പറഞ്ഞവരെ 3 ത്രിത്വസ്തുതി ചൊല്ലുക. കർത്താവേ, ആത്മാർത്ഥത പരിശീലിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ആത്മാർത്ഥതയിലൂടെ ഞങ്ങളെ വളർത്തണമേ. ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ആത്മാർത്ഥമായി മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.